ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെയും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ മസാലയായിട്ടോ കാണിക്കുന്നത്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല നാടൻ രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 ഗ്രാം കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ 200 ഗ്രാം. കട്ട് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയാണ് കൂടുതൽ നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 സവാള, അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ഹാഫായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇതുപോലെ ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 1.5 ടീസ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റോ ഏതായാലും ചേർക്കാം. എന്നിട്ട് ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി പറയുമ്പോൾ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിന് ഒരുപാട് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി നന്നായി ഉടഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലാവുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളിയുടെ ആ പച്ചമണമൊക്കെ മാറി സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാല കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് പൊതിയുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 3-4 മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ആ കോളിഫ്ലവർ നല്ലോണം വാടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും ആ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയരുത്, ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അതിനുശേഷം കുറച്ച് സമയം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് മേലെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇത് കറിയുടെ രൂപത്തിൽ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അവസാനം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി, അപ്പം, ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അത് നല്ല കോമ്പിനേഷനാണ്. ഏകദേശം ഒരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്